ഹലോ, ഞാൻ അനീറ്റ പ്രദീപ്. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ എൻ്റെ 23 വയസ്സുള്ള എൻ്റെ ഇളയ മകൻ ബ്രയൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട്. ഈ 23 വർഷത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, പേരൻ്റൽ റോൾ അല്ലെങ്കിൽ ഫാമിലി റോള് ഏറ്റവും അത്യാവശ്യമാണ്. 1997 അവന് തെറാപ്പി തുടങ്ങുമ്പോൾ ബ്രയന് 3.5 വയസ്സാണ്. അന്ന് ഒരുപാട് തെറാപ്പി വേണ്ടിയിരുന്നു. സ്പീച്ച്, ബിഹേവിയർ, ഓക്യുപ്പേഷണൽ, ഇതിലെല്ലാം എന്നെ പൂർണ്ണമായും ഒരു ഭാഗമാകാൻ സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസും എനിക്ക് കിട്ടി. റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി വീട്ടിൽ. ഈ 45 മിനിറ്റിൻ്റെ ഒരു തെറാപ്പി സെഷൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി നമ്മുടെ കൂടെയാണ് ബാക്കിയുള്ള സമയം മുഴുവൻ. അപ്പം നമുക്ക് ആ തെറാപ്പി അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. വീട്ടിൽ പോയിട്ട് അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ അതൊരുപാട് സഹായിക്കും. അതുകൊണ്ട് ഞാൻ ബ്രയനെ ഒരു കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. അവന് പോകുന്നിടത്തെല്ലാം ഞാൻ കൊണ്ടുപോകും. വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം അവനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. സോഷ്യലി, ലൈക്ക് പള്ളിയിൽ, സൂപ്പർ മാർക്കറ്റ്സിൽ എല്ലായിടത്തും കൊണ്ടുപോകും. അവന് നൈസിൻ്റെ കരിക്കുലം വെച്ച് 12th പാസ്സായി. പിന്നെ അതുകൂടാതെ കീബോർഡ് ക്ലാസ്സസ്, സ്വിമ്മിങ് ക്ലാസ്സസ് എല്ലാത്തിനും പോകുന്നുണ്ട്. വീട്ടിൽ ബേക്കിങ്ങിന് തന്നെ അവൻ സഹായിക്കാറുണ്ട്. കുക്കിങ്ങൊക്കെ അവൻ്റേതായ രീതിയിൽ ചോപ്പിങ്ങും എല്ലാം അവൻ എന്നെ ചെയ്ത് സഹായിക്കാറുണ്ട്. ലൈക്ക് സാഡ്ലി പക്ഷേ അന്നത്തെ പോലെയല്ല ഇപ്പോൾ കുറേ ക്ലോസ്ഡ് ഡോർ തെറാപ്പീസ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. മോർ ദൻ സേഫ്റ്റിയെക്കാട്ടിലും ഉപരി നമുക്ക് പേരൻ്റൽ ട്രെയിനിങ് അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏർലി ഇൻ്റർവെൻഷനിൽ എനിക്കത് സാധിച്ചുകൊണ്ടാണ് ബ്രയൻ ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഒരു തെറാപ്പി സെൻറ്ററിനെയും എഗൻസ്റ്റ് അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് നമുക്ക് ഒരു റെഗുലേറ്ററി ബോഡി വേണം, ട്രാൻസ്പെറൻസി വേണം, ഡോക്യുമെൻറ്റേഷൻ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ടുഗദർ വിക്കാൻ്റെ ഈ പൊതു താൽപ്പര്യ ഹർജിയെ ഞാൻ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു.